മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി നാട്ടുചന്തയിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് വെറ്റില മാർക്കറ്റാണ്. വെറ്റില വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചൂടേറിയ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്, പൊടിപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വില പറയുന്നതും ഒക്കാതെ മാറി നിൽക്കുന്നതും മറ്റൊരാൾ അടുത്തൊരു ഏജന്റ് വരുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട തകൃതിയായുള്ള കച്ചവടത്തിൽ മുഴുകിയിരിക്കുകയാണ് എല്ലാവരും, വാങ്ങുന്നവരും വിൽക്കുന്നവരുമായിട്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിൽപ്പനക്കായിട്ട് വന്നിരിക്കുന്ന ആളുകൾ പലരും ഇന്ന് സമ്പന്നരാണ്. പിന്നെ എന്തുകൊണ്ട് അവർ വീണ്ടും ഇങ്ങനെ ചെറിയൊരു വരുമാനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നു എന്ന് ചോദിച്ചാൽ അവരിന്നൊക്കെ കിട്ടുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്ത് ഞങ്ങളുടെ ജീവിത മാർഗം ഇതായിരുന്നു, അതിലൂടെ വളർന്നു വലുതായി ഗൾഫും മറ്റുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി അഭിവൃദ്ധി നേടിയപ്പോൾ നടന്നു നീങ്ങിയ വഴികൾ പാടെ മറന്നു പോകുന്നത് നന്ദികേടായി പോകും എന്നൊരു തിരിച്ചറിവിലാണ്. അപ്പോൾ ഇതുമൊന്നും ഒരുപാട് വരുമാനം കിട്ടിയിട്ടല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി ആളുകൾ ജീവിക്കുന്നുണ്ട്, തൊഴിലവസരങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വരുമാനവുമായിട്ട് പല വീടുകളിലും പുകപൊന്തുന്നു. അതിന് നമ്മളൊരു കാരണക്കാരായി മാറുക. മറ്റൊരു കാര്യം, അതിലൂടെ നമുക്ക് കിട്ടുന്ന മാനസികമായൊരു സന്തോഷമുണ്ട്. പിന്നിട്ട വഴികളിലേക്ക് മനസ്സിനെ തിരികെ കൊണ്ടുപോകാൻ ഇതിലൂടെ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നൊക്കെയാണ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത്. എന്തായാലും അവരുടെ ഇങ്ങനെയുള്ള നിലപാടിനോട് യോജിക്കുകയും അഭിനന്ദിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത വെറ്റില കൃഷിയുമായി നമ്മൾ അറിയേണ്ടതുണ്ട്. കാര്യം, മുൻകാലങ്ങളിലും ഇപ്പോഴും വെറ്റിലയുടെ വിലയിൽ കാര്യമായിട്ടുള്ള പുരോഗമനം വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടും ഇന്നും അതുകൊണ്ട് ജീവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ മുൻകാലങ്ങളിൽ ജീവിച്ചു പോകുന്ന ഒരു ഉപജീവന മാർഗം എന്ന നിലക്ക് അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലൂടെ മുൻകാലങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതിനെ ഓർത്തെടുക്കാൻ അതൊരു കാരണമായി മാറുന്ന കൂട്ടത്തിൽ തന്നെ ഇന്നും വെറ്റില വിൽപ്പന നടത്തിയിട്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, സുന്ദരമായി ജീവിക്കുന്ന ആളുകളും നമുക്കിടയിൽ കാണാൻ സാധിക്കും. അവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, മുൻകാലങ്ങളിലുള്ള വെറ്റിലയുടെ വില വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ പലപ്പോഴും എല്ലാ സംഭവത്തിനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എല്ലാത്തിലും വില വർധനവ് വന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും. എന്തിനേറെ ഇതിൻ്റെ തൊഴിലാളികൾക്ക് പോലും അതിൻ്റെ കൂലി ഇനത്തിൽ പോലും വലിയ രീതിയിലുള്ള വർധന വന്നിട്ടുണ്ട്. ടാക്സി കൂലികളും മറ്റുള്ള ചിലവുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആയിട്ടും വെറ്റിലക്ക് കാര്യമായിട്ടുള്ള വിലയിൽ പുരോഗമനം വന്നിട്ടില്ല എങ്കിൽ കൂടെ ഇന്നും അതുകൊണ്ട് സുന്ദരമായി ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് എന്നുള്ളത് വെറ്റിലയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻകാലത്തെ ആളുകൾ പറയുന്നു വെറ്റില ഇലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് ഔഷധ ഗുണങ്ങളെപ്പോലെ തന്നെ അത് നല്ല ഐശ്വര്യം കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരു ബർക്കത്തുള്ള സമ്പത്താണ് അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട്. സത്യമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം വിലയിൽ കാര്യമായിട്ടുള്ള പുരോഗമനം വന്നിട്ടില്ലെങ്കിൽ കൂടെ വെറ്റില കൃഷി ഇപ്പോഴും ഉപജീവന മാർഗമായിട്ട് കണ്ടെത്തുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും.